ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 27-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 21-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:16 അസ്തമയം വൈകുന്നേരം 6:21 നാളത്തെ തിഥി നവമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 9:22 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 9:53 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മൂലം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മൂലം നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന 7 നാളുകാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നാളത്തെ ദിവസം മൂലം നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് രേവതി, അശ്വതി, തൃക്കേട്ട, വിശാഖം, ചിത്തിര, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം രേവതി, അശ്വതി, തൃക്കേട്ട, വിശാഖം, ചിത്തിര, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക, രോഹിണി, മകരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. കാർത്തിക, രോഹിണി, മകരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കണം. വന്നു ചേരാൻ സാധ്യതയുണ്ട്. 100% വന്നു ചേരുമെന്നല്ല, സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പ്രതികൂലം പറയുന്നത് കൊണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞ് പെരുമാറാൻ പറ്റും. കാരണം പ്രതിസന്ധിയിലാകപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റും. ഇനി ഒരു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാലും അത് തളരാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉയർച്ച താഴ്ചകളിൽ കൂടി കടന്നു പോകുന്നു പറഞ്ഞുള്ള സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ. ഇവരെ സംബന്ധിച്ചോളം ഈ പ്രതികൂലം എന്ന് പറയുന്നത് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരാൻ സാധ്യത. മാനസികമായിട്ട് ചിലപ്പോൾ ഡൗൺ ആകും. സാമ്പത്തിക നഷ്ടം വന്നില്ല, ആപത്തനർത്ഥങ്ങൾ, രോഗങ്ങളൊന്നും വന്നില്ലെങ്കിലും ചിലരൊക്കെ മാനസികമായിട്ട് ഡൗൺ ആകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകും. അതാണ് പ്രതികൂലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണല്ലോ. ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ 9:16 വരെ ശുഭസമയമാണ്. പിന്നീട് 10:46 മുതൽ ഉച്ചകഴിഞ്ഞ് 1:46 വരെയും ശുഭസമയമാണ്. അത് കഴിഞ്ഞ് വീണ്ടും 3:16 മുതൽ 4:46 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ, ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ വിശ്വസിച്ച് ഈ ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, വിജയിക്കുക, ജീവിത വിജയം നേടുക. അപ്പോൾ അങ്ങനെയാണ് ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്നവരാകട്ടെ അവർക്കിങ്ങനെ ഈ സമയമൊക്കെ നോക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ വർഷങ്ങൾ കൊണ്ട് അവർക്ക് ജീവിതത്തിൽ എല്ലാം ആയിത്തീരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സമയം പറഞ്ഞു തരുന്നത്. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞു തരുന്നതും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന കാര്യം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ പറയുന്നത്. നാളത്തെ തീയതി 12 ഒറ്റ സംഖ്യാക്കൾ 3 വരും. അങ്ങനെ ഏതൊരു മാസത്തെയും 12, 21, 30 എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഏതൊരു മാസത്തെയും 12, 3, 21, 30 എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ 30, 21 ഒക്കെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 3 വരുന്നത്. അപ്രകാരമുള്ളവർക്കാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത്. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്.
ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു അറിവാണ് ജ്യോതിഷം. പലരും ഇതിനെ ഭയത്തോടുകൂടി കാണുന്നു, രഹസ്യമായിട്ട് കാണുന്നു, ഒളിച്ചും പാത്തും കാണുന്നു, ആരും അറിയരുത്, എന്തിനാണ് ഇത്രയും കാലം പുരോഗമിച്ചിട്ട് പോലും മനുഷ്യൻ ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു അഭിപ്രായ ധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു ഖേദകരമായൊരു കാര്യമാണ്. ഇതൊരു ശാസ്ത്രമല്ലേ, കണക്കുകൾ കൊണ്ട് കണ്ടുപിടിക്കുന്നൊരു കാര്യമല്ലേ. മാജിക്ക് പോയ ആൾക്കാർ കാണും, പക്ഷേ ജ്യോതിഷത്തിൽ ആൾക്കാർ പോകത്തില്ല. മാജിക്ക് പണം കൊടുത്ത് മാജിക് ഷോ കാണും, പക്ഷെങ്കിൽ അത് വിനോദത്തിൻ്റെ ഭാഗമായിട്ട് കാണും. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ അതിജീവിക്കാമെന്നും അതെപ്പോൾ വരുമെന്നും എപ്പോൾ പോകുമെന്നും അതിനുള്ള പ്രതിവിധികൾ എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ ജ്യോതിഷ ശാസ്ത്രം. അതിനെ പലരും ഈ ഒരു മറ്റൊരു തലത്തിലാണ് ഒത്തിരി പേര് ഇന്നത്തെ കാലത്തും കാണുന്നത്. തെറ്റാണ് അതൊക്കെ. ഇതൊക്കെ നേരിട്ട് സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്ന ജ്യോതിഷം അരിത്മെറ്റിക് ജ്യോതിഷം, ഗണിത ജ്യോതിഷമാണ്. കണക്കുകൾ കൊണ്ട് കാര്യങ്ങൾ പറയുന്ന ജ്യോതിഷമാണ് ഗണിത ജ്യോതിഷം. സർവ്വമതസ്ഥർക്കും സ്വീകരിക്കാം, ഏതു മതക്കാരനും സ്വീകരിക്കും. കാരണം ജനന തീയതിയും ജനിച്ച സമയവും ഉണ്ടോ? തീർച്ചയായിട്ടും അത് വെച്ച് പറയാം. ഏതൊരു സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണെങ്കിലും, കാശ്മീരിലോ അതോ ഇനി ബഹ്റിനിലോ ലോകത്തിൻ്റെ എവിടെ ജനിച്ചാൽ പോലും അവിടെയെല്ലാം ഒരു ഉദയ സമയമുണ്ട്, അവിടെയെല്ലാം സൂര്യൻ ഉദിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയം വെച്ചാണ് ഇതെല്ലാം കണക്ക് കൂട്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും വന്നു പോയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സവിസ്തരം പഠിച്ച് അവരുടെ ജീവിത പുരോഗതിയെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവരൊക്കെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ അതിന് പരിഹാരമൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ഓഫീസുണ്ട്, പത്തനംതിട്ട ജില്ലയിലാണ്, റാന്നിയിലാണ് ഓഫീസിൽ വന്ന നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഓൺലൈൻ വഴിയായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നു. സേവനങ്ങൾക്ക് 500 രൂപ ദക്ഷിണയും വാങ്ങിക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഞാനിത് ഓർപ്പിക്കുക. ഇതെൻ്റെ തൊഴിലാണ്, ഉപജീവന മാർഗമാണ്. അപ്പോൾ പലരും എനിക്ക് സേവനങ്ങൾ ഞാൻ കൊടുത്തിട്ട് അവർ ദക്ഷിണ പോലും തരാത്തവരുണ്ട്. അത് ലോകമല്ലേ, അതൊക്കെ അങ്ങനെ പോവും. എന്തെങ്കിലും ഒരു റിമാർക്ക് പറഞ്ഞ് അവരതിൽ നിന്ന് ബുദ്ധിപൂർവ്വം അവരുടെ ജീവിത സ്വഭാവം അങ്ങനെയാണെന്ന് വെച്ചു, അതൊക്കെ അങ്ങനെ കിടക്കൂ. അത് ചിലരുടെ ഒരു മിടുക്കായിട്ട് ചിലരങ്ങനെ കാണും. ഇപ്പോൾ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞ് അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കാതിരിക്കുക, അത് ഇന്നത്തെ ലോകത്ത് അല്ല പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. അതൊക്കെ കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊന്നൊരു വിഷയമല്ല. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കണമെന്ന് എപ്പോഴും ആരും ആഗ്രഹിക്കരുത്. ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ഞാനാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ അതൊക്കെ പ്രതികൂലത്തിൻ്റെ ഞാൻ തന്നെ പ്രതികൂലം പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വരെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പർ സ്ക്രീനിലുണ്ട്, അത് നോക്കി വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അറിവ് നമ്മളെ നയിക്കുന്നു, നന്മയിലേക്കാണ് അറിവ് നയിക്കുന്നത്. തിന്മയിലേക്ക് ഒരിക്കലും അറിവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകത്തില്ല. അറിവിനെ അവഗണിച്ച് അറിവിനെ മറന്നുപോയാൽ നമ്മൾ പോകുന്നത് തിന്മയിലേക്കാണ്, നാശത്തിലേക്കാണ്. അപ്പോൾ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വെളിച്ചമാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം. വ്യാഴം കഴിഞ്ഞ് മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ വ്യാഴത്തെ ഈശ്വരതുല്യമായിട്ടും ജ്യോതിഷത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈശ്വരനാണ് വ്യാഴം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് അവസ്ഥയുടെ കാരകഗ്രഹമാക്കി ജ്യോതിഷം വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പം വ്യാഴത്തെക്കുറിച്ച് ഈശ്വരചിന്ത, ധനം, ബുദ്ധി, സർക്കാർ, അങ്ങനെ കുറേ പുത്രന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുടെ കാരകഗ്രഹമായിട്ടാണ് ഈ വ്യാഴത്തെ ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ബുദ്ധി വേണം, അതുപോലെ തന്നെ ദൈവം വേണം, അതുപോലെ തന്നെ നമുക്ക് മക്കൾ വേണം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യാഴത്തെ വെച്ചാണ് ഇതിൻ്റെയൊക്കെ ഫലം പറയണമെന്നാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വ്യാഴം നാളത്തെ ദിവസം അതിൻ്റേതായ ദിവസത്തിൽ 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നക്ഷത്രഫലമായി പറയാൻ പോകുന്നത്.
അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഇനി നക്ഷത്രഫലം ആദ്യമായിട്ട് പറയുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ 2ാം ഭാവം കേന്ദ്രഭാവമൊന്നുമല്ല, ത്രികോണഭാവവുമല്ല, 2ാമത്തെ ഭാവം. പക്ഷേ ആ ഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? കുടുംബഭാവം, ധനഭാവം. ഇതാണ് ജ്യോതിഷം ആ ഭാവത്തെക്കുറിച്ച്. എന്നാൽ മാരകഭാവവുമാണ്. മരണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാവവുമാണ്. 2, 12, 8 ഒക്കെ മാരകഭാവവുമായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാരകഭാവമായിട്ടാണ് വന്നു ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. പക്ഷേ അവരുടെ 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ രാഹു നിൽക്കുന്നത് 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ധനഭാവത്തിൽ, കുടുംബഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പലരുടെയും ജീവിതത്തിൽ ഒന്നും കൊടുക്കുന്നില്ല, ഇതുവരെയും ഒന്നും കൊടുക്കുന്നില്ല, ജോലി പോലും ഇല്ലെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. പക്ഷേ അത് അവരുടെ ദശാകാലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ദശാകാലം മോശമാണ്. ദശാകാലത്തെ അപകാരനാഥൻ്റെ സമയം മോശമാണ്. അതൊക്കെ ഗ്രഹനില നോക്കി കണ്ടുപിടിച്ച് പരിഹരിച്ച് പോകണം. എങ്കിൽ മാത്രമേ, അല്ലാതെ പണിയില്ല, വേലയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. എങ്ങനെയും പരിഹരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ പണിയില്ല, വേലയില്ല, പൈസയില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ വളരെ സാഹസികമായിട്ട് മുമ്പോട്ട് പോകാൻ. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, രമ്യമായിട്ട് എല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ അത് നോക്കുക. അപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, കുടുംബഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ നാളുകാരെ സംബന്ധിച്ച് ധനപരമായ നേട്ടവും കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമാക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ തൊട്ട് പുറകിൽ 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. രാഹു ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹു ദോഷം ചെയ്യരുത് എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്ര സ്ഥിതി ആയതുകൊണ്ട്, എന്നാൽ ശുഭക്ഷേത്രവുമാണ്. ശുക്രൻ്റെ ക്ഷേത്രമല്ലേ, ശുഭക്ഷേത്രവുമാണ്. ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമല്ലേ, അത് ശുഭക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വ്യാഴം നിൽക്കുന്നത് ശുഭക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഒരു ശത്രുതയോടുകൂടിയുള്ള ഒരു മനോഭാവം വ്യാഴത്തിന് ശുക്രനോടുള്ളതുകൊണ്ട്, ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വ്യാഴം വലിയ നേട്ടത്തെയൊന്നും മേടക്കൂറുകാർക്ക് കൊടുക്കില്ലെന്നാണ് ഒരു ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ കൂടി പോകുന്ന സമയത്തൊക്കെ ഈ നാളുകാർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും അത് 100% സത്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ ഇവരുടെ കേന്ദ്രഭാവത്തിലല്ല, മേടക്കൂറുകാരുടെ കേന്ദ്രഭാവത്തിലല്ല, ത്രികോണഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ത്രികോണഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല, നല്ല അനുഭവങ്ങൾ തന്നെ കൊടുക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാളെ മേടക്കൂറുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി വരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ചന്ദ്രൻ ഇവർക്ക് നല്ല ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് അധികാരശക്തിയുള്ള, ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, വ്യാഴൻ 2ൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായുള്ള പുരോഗമനമാണ് ഈ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത്. പലരും തൊഴിൽ മേഖലയിലെ വരുമാനം ഇല്ലാതെയാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജോലിയില്ല. അത് ദശാകാലത്തിൻ്റെ പ്രശ്നമാണ്, ദശാകാലത്തെ അപഹാരനാഥൻ്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്താൽ ജോലിയൊക്കെ കിട്ടും. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് തൊഴിൽപരമായുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിലും 5ാം ഭാവത്തിൽ ഈ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ സൂര്യൻ ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ട് അത് വലിയ കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല. ചിങ്ങമാസം തീരാറായല്ലോ. ചിങ്ങം 15 കഴിഞ്ഞപ്പോഴേ സൂര്യന് ബലക്കുറവായി, ചന്ദ്രനാണ് ബലം നൽകുന്നത്. അപ്പോൾ എന്നാലും ചിലരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴം അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത്. ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ആരോഗ്യം കൊടുക്കും, ധനസ്ഥിതി മെച്ചമാക്കി കൊടുക്കും, ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും, സൽപുത്ര ഭാഗ്യത്തെ കൊടുക്കും, പ്രശസ്തി അംഗീകാരമൊക്കെ കൊടുക്കും, ഒരുപാട് നേട്ടങ്ങളെയൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയിലും ഒരു ശത്രുത വന്നു ചേരുന്നുണ്ട്. കാരണം അവരുടെ 2ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതൊഴിച്ച്
അവരുടെ ദാമ്പത്യ ജീവിത പ്രശ്നം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് മെച്ചമായ അനുഭവങ്ങളെ കൊടുക്കും. പ്രധാനമായിട്ട് അവർക്ക് ദോഷം ചെയ്യുന്നത് ദാമ്പത്യ ജീവിത പ്രശ്നമാണ്. രണ്ടാമത്തെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും, കുടുംബത്തെ സംബന്ധിച്ചുള്ള ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഒക്കെ അല്പം മോശമാകാനുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തിയോടുകൂടിയല്ല, ഒരു പുറകുറുപ്പ് അല്ലെങ്കിൽ ഒരു ശത്രുത, പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ കൂടി പോകും. എന്നാലൊരു ആരും അറിയാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു പൂർണ്ണമായിട്ടും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പ്രശ്നങ്ങളും ഉണ്ടാകുന്ന വീടുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് ഈ ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഗ്യാരണ്ടി ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നാളത്തെ ദിവസം അവരുടെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല, മാതൃഗുണം ഉണ്ടാകത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഈ നാളുകാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം ഇടവക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, രണ്ടുവാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 12-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അവർക്ക് ആശ്വാസമായി നിൽക്കുന്നു ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തൊഴിൽ ഗുണം കിട്ടും, ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ഈ ദോഷങ്ങൾ, വ്യാഴം കൊടുക്കുന്ന എല്ലാ ദോഷങ്ങളെയും ഇല്ലാതായി ചന്ദ്രൻ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ ദിവസമാണ് നാളത്തെ ദിവസം. വ്യാഴം അവർക്ക് ദോഷം ചെയ്യുന്നൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് വേണ്ടി ചന്ദ്രൻ, വ്യാഴത്തിന് വേണ്ടി ചന്ദ്രൻ അവർക്ക് ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കും, തൊഴിൽ ഗുണം കൊടുക്കും, ദാമ്പത്യ ജീവിത വിജയം കൊടുക്കും, ധനസ്ഥിതി മെച്ചമാക്കി കൊടുക്കും, കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഉള്ള നല്ല നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് കിട്ടും. പക്ഷെങ്കിൽ വ്യാഴം അവിടെ നാളത്തെ ദിവസം സൈലൻ്റ് ആകുകയാണ്. വ്യാഴം ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും വ്യാഴം സൈലൻ്റായി മാറി ചന്ദ്രൻ ഇവർക്ക് നല്ല ഫലത്തെ കൊടുക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് വ്യാഴം കേന്ദ്രത്തിൽ വരുന്നതുകൊണ്ടാണ് നാളത്തെ ഒരു ദിവസം അങ്ങനെ നേട്ടം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് മൂലം, പൂരാടം, ഉത്രാടം കാൽ ദിവസം വരെ ഈ ചന്ദ്രൻ ഇവർക്ക് നേട്ടത്തെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാൽ, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവർക്ക് 11-ാം ഭാവത്തിൽ, ചന്ദ്രൻ അവർക്ക് 6-ാം ഭാവത്തിലും വ്യാഴം 11-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ 11-ൽ നിൽക്കുന്ന വ്യാഴം ഈ നാളുകാർക്ക് ധനനേട്ടത്തെ കൊടുക്കും, ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കും, ശാസ്ത്രജ്ഞാനവും അതുപോലെ തന്നെ കൃഷികാര്യങ്ങളൊക്കെ അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവരുടെ ധനം ബന്ധുമിത്രാദികളെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നൊരു ദിവസവുമായിരിക്കും എന്നുള്ളതും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ബന്ധുമിത്രാദികളെ കൂടുതൽ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവരെ സഹായിക്കണമെന്നുള്ളൊരു മനസ്ഥിതി ഇവരിലേക്ക് വന്നു ചേർന്ന് അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ജാതകരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവരുടെ ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ധനപരമായ സ്ഥിതി അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായ പുണ്യവും മഹത്വവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. അതാണ് അവിടെ വ്യാഴം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വ്യാഴം ഈശ്വരനെ പോലെ ഈശ്വരൻ്റെ കാരഗ്രഹമാണ്. അപ്പോൾ ഈശ്വരൻ്റെ ഒരു പ്രവർത്തനം ഇവരിൽ നടക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം ഈ കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും അവരങ്ങനെയൊക്കെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര പൂർണ്ണ തൃപ്തികരമല്ല. ബന്ധുക്കൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ അവർ നല്ലത് ചെയ്താൽ പോലും അവരുടെ കുടുംബം, അവർ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ അത്ര പൂർണ്ണ തൃപ്തികരമായ അനുഭവങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല, ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള രാജയോഗ അനുഭവങ്ങൾ ഉള്ള ഒരു ദിവസമാണ്. അവരുടെ 11-ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു, 10-ൽ വ്യാഴം നിൽക്കുന്നു. അതായത് 4-ാം ഭാവാധിപനാണ് 11-ൽ നിൽക്കുന്നത്. 4-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുമ്പോൾ 5-ാം ഭാവാധിപനായ ഗ്രഹം 10-ൽ നിൽക്കുന്നു. രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ അത് സംബന്ധിച്ചുള്ള ശത്രുതകളും ഉണ്ടാകാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. പക്ഷേങ്കിൽ തൊഴിൽപരമായുള്ള രാജയോഗമാണ് അവർക്ക് പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽപരമായുള്ള നേട്ടം, ഇഷ്ടംപോലെ തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. സ്ഥിരജോലി ഇല്ലാത്തവർക്കാണെങ്കിലും തൊഴിൽ ലഭിക്കുന്നൊരു സമയമാണ്. അതിൻ്റേതായ നേട്ടം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. കുടുംബസുഖവും അതുപോലെ തന്നെ കുടുംബസുഖം സാധാരണ രീതിയിൽ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത സുഖക്കുറവും
ചെറിയ രീതിയിലൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ അനുഭവത്തെ കൊടുക്കുന്നു. ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആവർത്തനത്തുകളൊക്കെ അങ്ങനെയൊക്കെ വന്ന് ദാമ്പത്യ ജീവിത സുഖക്കുറവ് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വ്യാഴം നിൽക്കുന്ന 9ാം ഭാവത്തിലാണ്. പ്രത്യേകിച്ച് കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീ ജാതകരാണെങ്കിൽ അവരുടെ 9ൽ വ്യാഴം നിൽക്കുന്ന ആ സ്ത്രീകൾ ഭാഗ്യവതികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ അവരുടെ 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യമൊന്നും അത്രയും കാര്യമായിട്ടൊന്നും വന്നു ചേരത്തില്ല. അവരുടെ ജീവിതം പലവിധ പ്രതിസന്ധികളിൽ കൂടി ഇങ്ങനെ എഴഞ്ഞാണ് പോകുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു ഫലം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ദോഷത്തെ ചെയ്യുകയില്ലെന്ന് പറഞ്ഞാലും ഈ നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. അത് 7ൽ രാഹു നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പല പ്രകാരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നാളുകാർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമുണ്ട്. ഇവരുടെ തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത് ഈ നാളുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. ഈ അഷ്ടമത്തിൻ്റെ അധിപനാണ് തൊഴിൽ ഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഈ അഷ്ടമത്തിൻ്റെ അധിപൻ അവിടെ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് 4ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ ഈ 4ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് എന്നിവ ഭാവമാണ്. അപ്പോൾ അവിടേക്ക് ഈ അഷ്ടമാധിപൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ചുള്ള നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും അത്ര പുരോഗതി ഉണ്ടാകണമെന്നില്ല. തൊഴിൽ മേഖലയിൽ കുജൻ നിന്നാൽ പട്ടാളം, പോലീസ്, നീതിന്യായം എന്നീ മേഖലകളിലൊക്കെ ജോലി അഭികാമ്യമാണ്. ആ ജോലിയൊക്കെ നല്ലതായിരിക്കും. അല്ലാത്ത ജോലികളിലൊക്കെ വലിയ മെച്ചമൊന്നും ഉണ്ടാകണമെന്നില്ല. കുജൻ എന്ന് പറയുന്ന ഗ്രഹം 10ാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. പട്ടാളം, പോലീസ്, നീതിന്യായം എന്നീ മേഖലകളിൽ ഈ കുജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ, ഒരു വില്ലൻ ഗ്രഹമാണല്ലോ. അപ്പോൾ ക്രിമിനൽ, ഒരു മനുഷ്യന് ക്രൂര സ്വഭാവം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ പട്ടാളം, പോലീസ്, നീതിന്യായം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ 10ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അനുകൂലമാണ്. അല്ലാത്തവർക്ക് അത്ര നേട്ടമല്ല. അല്ലാതെ ധനം വെച്ച് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും കൂടുതൽ മെച്ചപ്പെട്ട ഒരു നേട്ടം ഈ ചൊവ്വ കൊടുക്കത്തില്ല. അത് ഒക്ടോബർ മാസം 23ാം തീയതി വരെ അത് അവിടെ തുടരും. അപ്പോൾ അവർക്കൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 8ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വാസസ്ഥലം, താമസിക്കുന്ന വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകും. ഭാര്യ സുഖമില്ലാതാകാം, ഭർത്താവ് സുഖമില്ലാതാകാം. അതുപോലെ തന്നെ അന്യ സ്ത്രീകളിൽ താല്പര്യമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടാകാം. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറവാകുന്ന ഒരു ദിവസമായിരിക്കും. ധനഹാനി, മനോദുഃഖം അവർക്ക് പ്രത്യേകിച്ച് 5ൽ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5ൽ ശനിയാണ് നിൽക്കുന്നത്. പുത്രദുഃഖം, അതുപോലെ തന്നെ കാര്യതടസ്സം, ഒരുപാട് പ്രതിസന്ധികൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എന്നാൽ ദൈവാധീനമുള്ളവർക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വ്യാഴം ഈശ്വരനെ കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈശ്വരാധീനം ഉള്ളവർക്ക് നാളത്തെ ദിവസം വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. അല്ലാത്തവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരു മനുഷ്യൻ്റെ ജീവിത പുരോഗതി എന്ന് പറയുന്നത് കാര്യവിജയമാണ്. ഏതൊരു കാര്യത്തിലും ഇടപെട്ടാൽ അവിടെ കാര്യവിജയമുണ്ടായാൽ ആ മനുഷ്യൻ്റെ, ആ ജാതകൻ്റെ ജീവിതം വിജയിച്ചു. പക്ഷേ കാര്യവിജയം നാളത്തെ ദിവസം ഇവർക്ക് ഉണ്ടാകണമെന്നില്ല. കാരണം 5ൽ ശനി നിൽക്കുന്ന ഒരു സമയമാണ്. അത് ഇനി ശനി മാറണം. 2025 മാർച്ച് വരെ അതിൻ്റെ ദോഷമുണ്ടാകും. അപ്പോൾ ചിലരൊക്കെ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ, ഒക്ടോബർ കൊണ്ട് ശനിയുടെ ദോഷമൊക്കെ മാറുമെന്ന്. ഞാനങ്ങനെ പറയുന്നില്ല. അതൊക്കെ പലതും പറഞ്ഞിരിക്കും. എൻ്റെ ഈ ചാനൽ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, 2025 മാർച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് പ്രതീക്ഷിക്കാം. അതിനിപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഈ തടസ്സം ഉണ്ടാക്കുന്നത് 5ലെ ശനിയാണ്. അപ്പോൾ ശനീശ്വര പൂജ ചെയ്യുക. അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേക വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. നീരാഞ്ജനം, അയ്യപ്പന് നീരാഞ്ജനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു ആശ്വാസം ലഭിക്കും. അത് ജനിച്ച സമയത്ത് അനുകൂലമാണെങ്കിലേ ഉള്ളൂ. ജനിച്ച സമയത്ത് അനുകൂലമായി വലിയ ദോഷമൊന്നും ചെയ്യാത്ത ഗ്രഹനില ഉള്ളവർക്കൊക്കെ ആ വഴിപാട് കൊണ്ടൊക്കെ നേട്ടം കിട്ടും. അല്ലാത്തവർ കിടന്ന് തന്നെ അനുഭവിക്കുകയും ചെയ്യും. അതവർക്ക് അനുഭവദോഷമായിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഒരു 2.5 വർഷം നീ ജീവിതത്തിൽ ഞെരുങ്ങണം, നീ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ശിക്ഷ പോലെയാണ് ചിലരുടെ ജീവിതത്തിൽ വന്നത്. അതിപ്പം ഒരുപാട് പൂജയൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ദോഷം ഒക്കെ അകലത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഉണ്ട്. പിന്നെ പുത്രദുഃഖം,
5-ാം ഭാവത്തിൽ ശനി എന്നാൽ പുത്ര ദുഃഖം, ആൺമക്കളെ കൊണ്ടുള്ള കാര്യമായ ഗുണമൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഈ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊന്നും ഉയർന്നു പൊങ്ങാൻ സാധ്യമല്ല. പല കാര്യങ്ങളും തടസ്സമാണ്. ഈ തുലാക്കൂൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് എവിടെയും കല്ലും തടിയുമാണ്. അപ്പോൾ അവർക്ക് ഒരു കാര്യവും നേടാൻ പറ്റത്തില്ല എന്നുള്ള കാരണം. ധനത്തിൻ്റെ കാരഗ്രഹമാണല്ലോ വ്യാഴം. അപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ നിൽപ്പോൾ ധനം വന്നു ചേരണമെങ്കിൽ തൊഴിൽ ചെയ്താലല്ലേ ധനം കിട്ടും. അപ്പോൾ തൊഴിൽ പ്രശ്നം ഉണ്ടാകും. തൊഴിൽ കൂടെ വരുമാനമല്ലേ ഉണ്ടാകേണ്ടത്. തൊഴിൽ കൂടിയുള്ള വരുമാനമല്ലേ അവർ ജീവിക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ ആ തൊഴിൽ ലഭിക്കാതെ പോവും. തൊഴിൽ ലഭിച്ചാൽ ധനം വന്നു ചേരും. അപ്പോൾ വ്യാഴം അനുകൂലമാവും. അപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം അങ്ങനെ അനുകൂലമാവും. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ധനത്തെ ബേസ് ചെയ്ത് പോകുന്നതുകൊണ്ട് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാന്തരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 7 നിൽക്കുന്ന വ്യാഴം സൗഭാഗ്യത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല സന്തതികൾ, ധനധാന്യ ലാഭം, അതുപോലെ തന്നെ നല്ല പോലെ സംസാരിക്കാനുള്ള കഴിവ്, അറിവ്, ബുദ്ധി, സൗന്ദര്യം, വിദേശത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ളൊരു അവസരം, വിദേശവാസം, അങ്ങനെയുള്ള നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ദാമ്പത്യസുഖവും എല്ലാം കൊണ്ട് നാളത്തെ ദിവസം നല്ല അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ ഇവരുടെ തൊഴിൽ ഭാവത്തിൽ സൂര്യനും അതുപോലെ തന്നെ ബുധനും നിൽക്കുന്നു നാളത്തെ ദിവസം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ചന്ദ്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും നല്ലൊരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്. പക്ഷേങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ആ ചൊവ്വ അവിടെ അഷ്ടമത്തിൽ നിൽക്കാതെ 6-ലായിരുന്നെങ്കിൽ രാജയോഗം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം മറ്റ് ഗ്രഹസ്ഥിതികളൊന്നും വലിയ തട്ടുകേടില്ലാത്ത, ദോഷം ചെയ്യാത്ത ഗ്രഹസ്ഥിതികളാണ്. പക്ഷേങ്കിൽ അവർ തന്നെ അവർക്ക് വിനയാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റു പലരും അവർക്ക് നേട്ടങ്ങൾ കൊടുക്കാൻ വരുമ്പോൾ ഇവർ ഒരു പ്രശ്നമുണ്ടാക്കി അതിനെയെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അങ്ങനെയാണ് നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കുക. കാരണം വ്യാഴം അനുകൂലമാണ്, ചന്ദ്രൻ അനുകൂലമാണ്. മാതൃസുഖം, കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, സൗഭാഗ്യം, നല്ല സന്താനം, മക്കൾ, അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് തരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടവും നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് തെറ്റായ രീതിയിലാണ്. നിങ്ങളുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് കൃത്യമാക്കിയാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. 6-ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും നാളത്തെ ദിവസം അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജന്മഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബലമുള്ള ചന്ദ്രൻ നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. നല്ല നല്ല അറിവുകളൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. ചിലർക്ക് നാളത്തെ ദിവസം മാതാവിൻ്റെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ചന്ദ്രൻ അങ്ങനെ ദോഷം ചെയ്യത്തില്ല. ബലവാനായ ചന്ദ്രനായതുകൊണ്ട് വലിയ ദോഷമൊന്നും അങ്ങനെ വരത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വ്യാഴത്തെ സംബന്ധിച്ചോളം വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ വരുന്നത്. അതുകൊണ്ടാണ് രോഗദുഃഖ ദുരിതങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. ചന്ദ്രൻ നിൽക്കുന്നത് അവരുടെ ജന്മഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നല്ലതാണ്. പക്ഷേ വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലർക്ക് ജനിച്ച സമയത്ത് അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ, ദാമ്പത്യ ജീവിത സുഖം, കുടുംബസുഖം എല്ലാം ഉണ്ടാകും. വ്യാഴം ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചൊവ്വ ചന്ദ്രനെയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ചൊവ്വ ചന്ദ്രനെ വീക്ഷിക്കുന്നതുകൊണ്ട് ഈ നാളുകാർക്ക് ദോഷമൊന്നും വരത്തില്ല. അതുകൊണ്ട് ദാമ്പത്യ ജീവിത സുഖം നാളെ ഉണ്ടാകും. അല്ലാതെ ചൊവ്വ തന്നെ 7-ൽ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഈ ധനുരാശിയിലേക്ക് വരാതെ ചൊവ്വയുടെ ദൃഷ്ടി വന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ അവിടെ ബദലായിട്ട് ഓടി വന്ന് ഈ ചൊവ്വയുടെ മുമ്പിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വയുടെ ദോഷമൊക്കെ ഇല്ലാതാകും. കാരണം ചൊവ്വയ്ക്ക് വേണ്ടപ്പെട്ടയാളാണ് ചന്ദ്രൻ. അപ്പോൾ ചൊവ്വ ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര ദോഷമൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. ചന്ദ്രൻ 12-ലല്ലേ നിൽക്കുന്നത് എന്നോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ബലം കൊടുക്കുന്ന, അതായത് മകരൻ രാശിക്ക് ബലം കൊടുക്കുന്ന 2 ഗ്രഹസ്ഥിതി, ഒന്ന് 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 9ാം ഭാവത്തിൽ ശുഭഗ്രഹമായ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ആ 2 ഗ്രഹസ്ഥിതി ഈ ഭാവത്തിന് ബലം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ 12 നിൽക്കുന്നു എന്നുള്ള ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ മാനസികവും ശാരീരികവുമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ബലവാനായി വ്യാഴം 4ാം ഭാവത്തിൽ നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും അവർ എങ്ങോട്ട് പോയാലും എതിലേ പോയാലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലതല്ല. എങ്കിലും അവർക്കൊരു ഗ്രഹം അവരുടെ ജീവിതത്തെ ധന്യമാക്കി കൊടുക്കുന്നൊരു ദിവസമായിരിക്കും. കാരണം 3ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, നല്ലതല്ല. 4-ൽ കുജൻ നിൽക്കുന്നത് നല്ലതല്ല. 12-ൽ ശനി നിൽക്കുന്നത് നല്ലതല്ല. 6ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. സൂര്യൻ്റെ കാലാവധി തീരാറായി, അതുകൊണ്ട് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട. ബുധൻ നിൽക്കുന്നു, അത്ര മെച്ചമായ ഒരു അനുഭവത്തെ കിട്ടത്തില്ല. പക്ഷെങ്കിൽ 10ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം മീനക്കൂറുകാർ അത്ര ദുഃഖിതരായി തീരത്തില്ല. അവർക്ക് അവരുടെ ജീവിതകാര്യങ്ങളൊക്കെ ഏകദേശം സാമാന്യ വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ കൊണ്ട് കടന്നു പോകാൻ കഴിയും. പക്ഷേ ചിലരൊക്കെ അലസത ഉണ്ടാകാം, കാര്യപ്രാപ്തിക്കുറവുണ്ടാകാം, ധനം തികയാത്ത അവസ്ഥ വരാൻ, കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, നല്ല ചിന്താഗതി കുറവാകാം. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ആ പോന്നുപോരായികളൊക്കെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം പരിഹരിച്ച് നാളത്തെ ദിവസം ഈ നാളുകാരെ നടത്തും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും അവർക്ക് ധനപരമായ സ്ഥിതിയൊക്കെ അനുകൂലമായിരിക്കും. സ്ഥിരജോലിയും സ്ഥിര വരുമാനമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. അവരവരുടേതായ രീതിയിൽ അങ്ങ് പോകും. മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് ബലവാനായി കേന്ദ്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ ഏറെക്കുറെ ഭംഗിയായിട്ട് പോകുമെന്നുള്ളത് തന്നെ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാളെ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചോളം ദോഷം ചെയ്യുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ 2-ലാണ് കുജൻ നിൽക്കുന്ന, അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ വ്യാഴത്തിന് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.